E4 എക്സസൈസിൻ്റെ ആദ്യത്തെ ഭാഗം കണ്ടു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. ഇത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ആദ്യത്തെ വീഡിയോ കാണുക. നമുക്കതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. വന്ന രോഗങ്ങൾ ഒരു പരിധിവരെയൊക്കെ റിവേഴ്സ് ചെയ്യാനുമൊക്കെ റെഗുലറായിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനുമൊക്കെ ഒരു പരിധിവരെ റെഗുലറായിട്ടുള്ള വ്യായാമം നമ്മളെ സഹായിക്കും. ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളെന്തെങ്കിലുമൊക്കെ എയിൽമെൻ്റൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. അതുമാത്രമല്ല, നമുക്കൊരു ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ കുറച്ചെടുക്കാനും ഇങ്ങനെ കുറയ്ക്കുന്നത് വഴി ഡിപ്രഷനൊക്കെ ആങ്സൈറ്റിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അതിനെ റെഗുലറായിട്ട് എക്സസൈസിലൂടെ കുറച്ചെടുക്കാനും വേണ്ടി കഴിയും. ഇത് കുറയുന്നത് വഴി നമ്മളൊരു മൂഡിനെയൊക്കെ നല്ലൊരു മൂഡിലേക്ക് നമ്മൾ എത്തിച്ചേരാനും സഹായിക്കും. ആ മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അവർ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് വഴി ഈ മൂഡ് സ്വിങ്ങിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോർമലായിട്ട് നല്ല മൂഡിലേക്ക് നല്ലൊരു എനർജിയിലൊക്കെ വരാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഉറക്കക്കുറവൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഡീപ്പ് സ്ലീപ്പൊന്നും കിട്ടാത്ത ഒരാളെ സംബന്ധിച്ച് നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്ത് നോക്കും. സ്ഥിരമായി വ്യായാമത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അത് മേ ബി ഡേ ടൈമിൽ കൂടുതൽ ആക്റ്റീവ് ആവുകയും നൈറ്റ് ടൈമിൽ ഒന്ന് കാമായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യം. ഡേ ടൈമിൽ മോർണിംഗിൽ തന്നെയാണ് റെഗുലറായിട്ടൊരു വ്യായാമത്തിലേക്ക് പോകുന്നതെങ്കിൽ റെഗുലർ എക്സസൈസ് എല്ലാ ദിവസവും രാവിലെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് രാത്രിയുള്ള ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂടും. ഉറക്കക്കുറവുള്ള പ്രോബ്ലം ഉള്ള ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ആ പ്രോബ്ലം കറക്റ്റ് ചെയ്യാനും പറ്റും. റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നത് വഴി നമ്മളൊരു ടോട്ടൽ ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടല്ലോ, നമ്മളെ ബോഡിയുടെ ഒരു നല്ലൊരു ലുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും നമ്മളൊരു ഫിറ്റാണ് എന്നുള്ള തോന്നൽ സ്വയം ഉണ്ടാവുകയും അത് കാണുന്ന മറ്റുള്ളവരിലും ആ ഒരു ഫീൽ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെപ്പറ്റി തന്നെയുള്ള ഒരു ബോധം, അത് ശരിക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഇമ്പ്രൂവ് ആവും. നമ്മളൊരു ടോട്ടൽ സെൽഫ് എസ്റ്റീം ഒക്കെ കൂട്ടിയെടുക്കാൻ വേണ്ടി റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് സാധിക്കുന്നു എന്നുള്ളതാണ്. എത്രമാത്രം എക്സസൈസ് ചെയ്യണം, ഞാൻ എത്ര വ്യായാമം ചെയ്യണം, ഇത് പലപ്പോഴും കൺഫ്യൂഷനാണ്. ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 300 മിനിറ്റ്സ് പെർ വീക്ക്, ആഴ്ചയിൽ ഒരു 300 മിനിറ്റെങ്കിലും എയറോബിക് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. 5 മണിക്കൂർ പെർ വീക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഇൻറ്റു 6 ആ ഒരു പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, ഗുഡ്. ഒരു നോർമൽ ഒരു 30 മിനിറ്റ്സ് പെർ ഡേ 6 ദിവസം ചെയ്യുക. ഒരു ദിവസം വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ്, നമ്മൾ മസിൽസിനൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്ങിലേക്കും കൂടി പോവാം. ഇതൊക്കെ ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ് ഏറ്റവും അഭിലഷണീയം. നമ്മൾ ഒറ്റക്കായിട്ട് റിസർച്ച് ചെയ്യണം. അത് മാത്രമല്ല, നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നിരവധി ക്വാളിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനേഴ്സിൻ്റെ തന്നെ നിരവധി പ്രോഗ്രാംസ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനൊക്കെ ഫോളോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നല്ല രീതിയിൽ ഫോളോ ചെയ്താൽ മതി. ഒരു ഇമ്മീഡിയറ്റ് ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട്, പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണ് എക്സസൈസിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി കുറച്ച് ദിവസങ്ങൾ ചെയ്യുമ്പോഴത്തന്നെ നമ്മൾ ടോട്ടൽ ഒരു ഫ്രീ ആയിട്ടുണ്ടാവും. ഒരു പക്ഷേ ഒന്നും കൂടി നമ്മൾ കാമായിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ആങ്സൈറ്റി ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അതൊക്കെ കുറേയധികം കുറഞ്ഞ് നമ്മളൊരു എനർജി, നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫീൽ ഗുഡ് ഫാക്ടറൊക്കെ അതിനൊരു പ്രധാന കാരണമാണ്. അത് വരണമെങ്കിൽ കുറേയധികം ചെയ്യണം. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നൊരു ബെനിഫിറ്റ് കിട്ടും. ആങ്സൈറ്റിയിലൊക്കെ ഒരു ചെറിയ കുറവുണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ടോട്ടൽ ഒരു എനർജി, ഒരു ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഇതാണ് ഒരു ഇമ്മീഡിയറ്റ് ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന പെട്ടെന്നുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെയായിരിക്കാം. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഈ 4 പില്ലറുകളിൽ ഈ എന്ന് പറയുന്ന എക്സസൈസ് എന്ന് പറയുന്ന ഈ ഒരു പില്ലറ് വളരെ സയൻറ്റിഫിക്കായിട്ട് വളരെ കൃത്യതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നെ റെഗുലറായിട്ട് ആ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പോയാൽ ഇത് എത്ര കാലം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കാലം നിങ്ങൾക്ക് നല്ല എൻഡുറൻസും നല്ല എനർജിയൊക്കെ ഉണ്ടാകണോ അത്രയും കാലം ഒരു ഓപ്റ്റിമൽ ഹെൽത്തിൽ ചെയ്യാൻ പറ്റുന്ന താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ച് എത്ര കാലം ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ചോദ്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം റെഗുലറായിട്ടുള്ളൊരു എക്സസൈസ്. കാരണം ഈ നാല് പില്ലർ പറഞ്ഞല്ലോ, 4 പില്ലറും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ആറ്റിറ്റ്യൂഡിനെ പറ്റി സംസാരിക്കാം. ബൈ, സി യു. അത്